സർക്കാർ കെട്ടിടങ്ങളുടെ വാടക കുടിശ്ശികയിൽ 18% GSTയും 1.5% കൂട്ടുപലിശയും വാങ്ങി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കടുംവെട്ട്. മാള ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് കുടിശ്ശിക ഇനത്തിൽ ലക്ഷങ്ങൾ ചുമത്തിയതിനെതിരെ മാള പ്രസ് ക്ലബ്ബ് തദ്ദേശ അദാലത്തിൽ പരാതി നൽകിയപ്പോഴാണ് ഈ കൊള്ളയെ ന്യായീകരിച്ചുകൊണ്ട് വകുപ്പ് മറുപടി നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ നികുതി ഘടന ജനങ്ങളുടെ പണം ഊറ്റുന്ന പകൽ കൊള്ളയാണെന്ന് വ്യക്തമാക്കുന്നതാണ് മാള പ്രസ് ക്ലബിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകിയ മറുപടി. മാള ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ ഉള്ള മാള പ്രസ് ക്ലബിന് വാടക കുടിശ്ശിക ഇനത്തിൽ ലക്ഷങ്ങളുടെ റവന്യൂ റിക്കവറി നോട്ടീസ് നൽകിയതിനു പുറമെ ജില്ലാതല അദാലത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് നൽകിയ പരാതിയിലാണ് കടുംവെട്ടിനെ ന്യായീകരിച്ചുകൊണ്ട് തദ്ദേശ വകുപ്പ് മറുപടി നൽകിയിരിക്കുന്നത്. തദ്ദേശ വകുപ്പുകൾ തങ്ങളുടെ അധികാരപരിധിയിൽ ഉള്ള കെട്ടിടങ്ങൾക്ക് 18% പലിശ ഈടാക്കുന്നത് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ സർക്കാർ വൃത്തങ്ങൾ ഈ 18% GST ഇനത്തിൽ ന്യായീകരിക്കുകയും പിഴപ്പലിശ അടക്കം വർഷത്തിൽ 18% കൂടി ഈടാക്കാമെന്ന വ്യവസ്ഥ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് മാസത്തിൽ 1.5% എന്ന കണക്കിൽ ഒരു വർഷത്തേക്ക് അധിക പിഴയായി 18% കൂടി ഈടാക്കാമെന്നാണ് സർക്കാരിന്റെ മറുപടി. റിസർവ് ബാങ്ക് നിയമത്തിൽ പരമാവധി ഡെപ്പോസിറ്റുകൾക്ക് നൽകാവുന്ന ഉയർന്ന പലിശ നിരക്ക് 12.5% മാത്രമാണ്. എന്നിരിക്കെ തദ്ദേശ വകുപ്പ് വികലമായ GST നിരക്ക് വാങ്ങുന്നതിന് പുറമെ പിഴപ്പലിശയായി വർഷത്തിൽ 18% കൂടി ഈടാക്കുന്നത് പൊതുജനത്തെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ്. വിഷയത്തിൽ തദ്ദേശ മന്ത്രിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മാള പ്രസ് ക്ലബ്. മീഡിയ ടൈം, മാള.